ചങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 ഫൈനലിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ യാദൃച്ഛികമായിട്ട് നന്ദനേൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. അപ്പോൾ നന്ദന പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോനെ പറ്റിയിട്ട് കുറവ് തന്നെയാണ് പറയുന്നത്, നല്ലതൊന്നും പറയില്ല എന്ന് നമുക്കറിയാം. അതായത് നന്ദനേൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ഒരു മത്സരാർത്ഥിയായിരുന്നു. 23 വയസ്സുവരെ ഒറ്റയ്ക്ക് തുഴഞ്ഞ് ഒറ്റയ്ക്ക് നേടിയതാണ് എല്ലാം. പക്ഷെ ഒരു നിമിഷം കൊണ്ട് അതൊക്കെ ഇട്ട് ഉടച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ആരുടെയൊക്കെയോ വാക്ക് കേട്ടിട്ട് ആരുടെയൊക്കെയോ മോഹന വാഗ്ദാനങ്ങളിൽ പെട്ടിട്ട് ഒറ്റ മിനിറ്റ് കൊണ്ട് ആ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ താഴേക്ക് എടുത്ത് ഇടൂലേ, അതുമാതിരിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് എന്തിനായിരുന്നു ബിഗ് ബോസിൽ പോയത് എന്ന് പോലും അവസാന കാലത്ത് മറന്നുപോയി എന്നുള്ളതാണ്. അവിടെ പോയത് മറ്റു പലതിനുമാണ്. ആദ്യം ഇവിടുന്ന് ലാലേട്ടനോട് പറഞ്ഞ് കയറുമ്പോഴെന്താ പറഞ്ഞ്, ജാസ്മിനെയും ഗബ്രിയെയും ഞാൻ അടിച്ച് പിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ലാലേട്ട അവിടെ വേണ്ടത് നല്ല വൃത്തിയാണ് കേട്ടോ. അവിടെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ കിച്ചണിലൊക്കെ എന്ന് പറഞ്ഞ് എല്ലാവരും മുടി ഇങ്ങനെ അഴിച്ചിട്ടിട്ടാണ് നടക്കുന്നത്, അത് ഞാൻ നിർത്തിക്കും ലാലേട്ട. അങ്ങനെ പല പരിപാടികളും എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു പോയി. അവിടെ ആദ്യം തന്നെ പൂജയോട് പറഞ്ഞു, പൂജ ചേച്ചി ഇത് ശരിയായില്ല കേട്ടോ, മുടി കെട്ടണം കേട്ടോ, മുടി കെട്ടാതെ ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇവിടെ മുടി കെട്ടിക്കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ പൂജ 2 വർത്താനം ഡയലോഗ് പറയുമ്പോഴേക്ക് അതങ്ങ് നിന്നു. അതുപോലെ തന്നെ മറ്റു പലരോടും ചോദിച്ചു, നിങ്ങളൊക്കെ മുടി കെട്ടിയിട്ട് ഇവിടെ ഒന്ന് നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ ഓടിച്ചു എന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നന്ദനയും ഈ മുടി അഴിച്ചിട്ടുള്ളത് തുടങ്ങി. അതാണ് നിങ്ങൾ ഇപ്പോഴത്തെ ഈ അവസാനത്തെ വീഡിയോയിലും നോക്ക്, ഈ കിച്ചണിലൊക്കെ നന്ദനയും പിന്നീട് മുടി അഴിച്ചിട്ട് നടക്കൽ തുടങ്ങി. അതാണ് പലതും പറഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കയറി ആടെ എത്തിയപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല, കാരണം ഞാൻ വിചാരിച്ചു ഇതൊന്നുമല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏട്ടന്മാരുടെ പുന്നാര പെങ്ങളായി. അതാണ് അതിലാണ് 8ൻ്റെ പണിയും കിട്ടിയത്. ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവിടെ നിൽക്കായിരുന്നു. അപ്പോൾ ഈ നന്ദനയ്ക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്തിനാണ് അവിടുന്ന് പറഞ്ഞു വിട്ടത് എന്ന്. നന്ദന ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ കള്ളക്കളി കളിച്ചിട്ടില്ല, ഞങ്ങൾ കളിച്ചത് ഒറിജിനൽ കളിയാണേ, ഞാൻ ഒറ്റയ്ക്കാണ് കളിച്ചതേ. പക്ഷെ അത് ജനങ്ങൾക്ക് തോന്നണ്ടേ മോളെ, നീ ഒറ്റയ്ക്കാണ് കളിച്ചത് എന്ന് ഇത്രയും ജനങ്ങൾക്ക് തോന്നണ്ടേ. നമ്മൾ അരിയാഹാരാന്ന് കഴിക്കുന്നത്, നമ്മൾ തീട്ടൊന്നുമല്ല തിന്നുന്ന്. നമ്മൾ അത് തിന്നുന്നുണ്ടെങ്കിൽ പിന്നെയും, അതായത് നമ്മൾ കഴിക്കുന്നത് ശുദ്ധമായ നല്ല പാലക്കാടൻ മട്ടി അരിയാണ്. അപ്പം നമുക്ക് മനസ്സിലാകും നിങ്ങൾ അവിടെ കളിച്ചിരിക്കുന്ന കളികളൊക്കെ. ഇനി ഒന്നും വേണ്ട, ഇപ്പം നിന്നെ ചുഴറ്റി എറിഞ്ഞത് അർജുൻ ആയതുകൊണ്ട് നീ മിണ്ടാതിരുന്നു. നേരെ മറിച്ച് ജിൻഡോ ആണെങ്കിൽ ജിൻഡോനെ എന്ന് പുറത്താക്കൂലേ? നിങ്ങളെല്ലാവരുടെയും പ്ലാൻ എന്തായിരുന്നു? ജിൻഡോനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഫിസിക്കൽ അസോൾട്ട് ചെയ്യിക്കണം എന്നല്ലേ? അങ്ങനെയല്ലേ നിന്നെ മുൻനിർത്തിയിട്ട് അവർ രണ്ടുപേരും കളിച്ചു എന്നുള്ളതാണ്. നിന്റെ പൊന്നാങ്ങളമാർ നിന്നെ മുൻനിർത്തിയിട്ട് കളിച്ചു. അത് ആർക്ക് വേണ്ടിയിട്ട്? തീപ്പൊരിക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്, അല്ലാതെ വേറെ ആയിരിക്കും വേണ്ടിയിട്ടില്ല. കാരണം തീപ്പൊരിക്ക് ഒരു ഭീഷണി എന്ന് പറഞ്ഞാൽ ജിൻഡോയാണ്. അപ്പോൾ ജിൻഡോ ഉള്ളത് കൊണ്ട്, ജിൻഡോ ഉള്ളിടത്തോളം എന്ന് പറഞ്ഞാൽ തീപ്പൊരിക്കാടുന്ന് 5ൻ്റെ പൈസ കിട്ടൂല, അത് ഉറപ്പാണ് നടന്നേ. അത് കൃത്യമായിട്ടറിയാം. അതിന് വേണ്ടിയിട്ട് നന്ദനെ മുൻനിർത്തി കളിച്ചു എന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നന്ദന പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസ് തന്നെ പറഞ്ഞു ജിൻഡോൻ്റെ അടുത്ത് ആക്കേണ്ട നന്ദനയെ, അതായത് സായിയുടെയും ഈ പിന്നെ നമ്മളെ തീപ്പൊരിയുടെയും സെൻട്രലാക്കൂ എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. അപ്പോൾ നന്ദന പറയുന്നത് എന്താണെന്നറിയാം, അത് ജിൻഡോയിൽ നിന്നും എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടും ഈ പെൺകുട്ടിയോട് എന്താണെന്ന് പറയേണ്ടത്? അതായത് കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക അതെങ്കിലും വിളിക്കായിരുന്നു. ഇത് അതുപോലുമില്ല. എന്നിട്ടും പറയുകയാണ് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അവിടെ രക്ഷകനായിട്ടാണോ അല്ല പിന്നെ ഒരു പെങ്ങളായിട്ടാണോ അവിടെ പോയത്? അല്ല എനിക്ക് അറിയാതുകൊണ്ട് ഇരിക്കുന്നതാണ്. എന്നിട്ട് അവിടെ എന്തിനാണ് ബിഗ് ബോസ് അങ്ങനെ ഇട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സായിൻ്റെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ നമ്മുടെ തീപ്പൊരി സിജോൻ്റെയും നടുക്കിട്ട് കഴിഞ്ഞാൽ ഒരാളുടെ ബാഗ് പിടിക്കണമല്ലോ. അപ്പോൾ സായി എന്താ ചെയ്തത്? സായി പിടിച്ചില്ല, നന്ദനൻ്റെ ബാഗ് തൊട്ടില്ല. അതാണ്, നന്ദനൻ്റെ ബാഗ് തൊട്ടില്ല, സിജോൻ്റെ ബാഗാണ് തൊട്ടത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ജിൻഡോൻ്റെ ബാഗ് തൊട്ടു. ജിൻഡോ കളിക്കാണ്ടിരിക്കുക ചെയ്തത്, കാരണം അതാണല്ലോ അതിൻ്റെ മര്യാദ. അപ്പം അങ്ങനെയൊക്കെയാണ് നടന്നത്. ഈ കുട്ടിയോട് എത്ര പറഞ്ഞിട്ടൊന്നും മനസ്സിലാകുന്നില്ല. ഇത് ഇപ്പോഴും പറയുന്നത് എന്താണെന്നറിയാം, അതായത് ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അവിടെ പിന്നെ ഗെയിം കളിച്ച് തന്നെയാണ്, ഞാൻ ഒറ്റയ്ക്കാണ് കളിച്ചത്, അവിടെ അവരൊക്കെ എന്നെ സഹായിച്ചണോന്ന് എനിക്കറിയില്ല, ഞാൻ ഒറ്റയ്ക്കാണ് കളിച്ചത്. എന്തൊരു വർത്താനാണ് ഇത്? എന്തിനാ ഇങ്ങനെ വെറുപ്പിക്കുന്നത്? ആരാണ് പറഞ്ഞത് ചെറിയ കുട്ടിയാണെന്ന്? 23 വയസ്സുള്ള യുവതിയാണ്, അല്ലാതെ ഈള കുട്ടിയൊന്നുമല്ല. മനസ്സിലാക്കണം ആദ്യം. അവിടെ ജാസ്മിനെ ചേച്ചി വിളിക്കുക, ജാസ്മിനും 23 വയസ്സേ ഉള്ളൂ. അവിടെ എനിക്ക് തോന്നുന്നത് അവസാന കാലത്ത് ജാസ്മിനെക്കാട്ടിയും വെറുപ്പിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ നന്ദനയാന്നേ ഞാൻ പറയുള്ളൂ. അത്രമാത്രം നന്ദന കോംബോ വെറുപ്പിച്ചിട്ടുണ്ട്. അതായത് നന്ദനയും ഈ സായിയും അതുപോലെ തന്നെ ഈ സിജോയും ഇവരൊക്കെ നല്ല രീതിയിൽ ജനങ്ങളെ വെറുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നന്ദന പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് മനസ്സിലായത് ഞങ്ങൾ പിടിച്ചത് ഭയങ്കരമായ മോശം റോങ് സ്റ്റേറ്റ്മെൻറ്റാണെന്ന് ഇവർക്ക് മനസ്സിലായി.
അതുകൊണ്ടാണ് പിന്നീട് അതായത് നന്ദന പുറത്തു വന്നു, അത് കഴിഞ്ഞ് മെല്ലെ പിന്നെ നമ്മുടെ എന്താ പറയുക സായിയും പുറത്തു വന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. നിങ്ങളെന്താ വിചാരിക്കുന്നത്? അതായത് ആദ്യം ഇവരൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോനെ എന്തെങ്കിലും പറഞ്ഞ് പുറത്താക്കണം എന്നാണ്. ഇവരതിനു വേണ്ടിയിട്ട് പല കളികളും കളിച്ചിട്ടുമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, നന്ദന പോകുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ വരെ സായി എന്താണ് പറഞ്ഞത്? ജിൻഡോനെ ഞാൻ ഇവിടുന്ന് കരയിച്ചിട്ട് വിടും, ജിൻഡോനെ ഞാൻ കപ്പിനടുത്ത് എത്തിക്കത്തില്ല, ജിൻഡോനെ ഞാൻ കപ്പ് അടുപ്പിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാണ്. അത് എന്തുകൊണ്ടാണ്? പുറത്ത് ഇവർ ഭയങ്കര കോംബോ ആണ്, ഇവർ ഭയങ്കര പോസിറ്റീവാണ് ആണെന്നാണ് ഇവരുടെ വിചാരമായിരുന്നു. പക്ഷേ ഈ കുട്ടിയുടെ ലൈഫാണ് നശിച്ചതെന്ന് ഞാൻ പറയുള്ളൂ. ഇനി ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിന് ലൈഫിൽ എന്ത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലും, ഇതിന് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് പലതും നേടിക്കഴിഞ്ഞാലും എല്ലാവരും പറയുന്നത് എന്തായിരിക്കും എന്നറിയാം, അവരെ സഹായിച്ചിട്ടല്ലേ. അല്ല നിനക്കായിരുന്നു ഇതൊക്കെ, നിനക്ക് എങ്ങനെയാണ് ഇതൊക്കെ? ആ സിജോനും ആ സായി ഉള്ളത് കൊണ്ട് നീ രക്ഷപ്പെട്ടു. ഇതാണ് ഇനി ജനങ്ങൾ പറയാൻ പോകുന്നത്. ഇതാണ് ജനങ്ങൾ പറയാൻ പോകുന്നത്. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? അതായത് നമുക്കെല്ലാവർക്കും ചേട്ടനും അനിയനും എല്ലാ സ്നേഹവും ഉണ്ടാകും. അതിനിപ്പോൾ അവിടുന്ന് കളിച്ചിട്ടില്ലെങ്കിലും ഇവിടെ പുറത്തു വന്നാലും ഉണ്ടാകും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അവിടുന്ന് എന്തോ ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് പോയത്, ഇതിനു വേണ്ടിയിട്ടാണോ മോളെ 23 വയസ്സ് വരെ ഇത്രയും നീ കഷ്ടപ്പെട്ടത്? ഈ ഏട്ടൻ പാസത്തിന് വേണ്ടിയിട്ടാണോ? അല്ല, എനിക്ക് മനസ്സിലാകാതെ ഇരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഏട്ടൻ പാസമായിട്ട് ചേട്ടത്തിൻ്റെ ഭർത്താവില്ലേ, പിന്നെ അവർ നല്ല സ്നേഹത്തിലല്ലേ? ഏട്ടനെ ഇല്ലേ അവിടെ ഓൾറെഡി? ഏട്ടൻ പാസത്തിനാണോ ഈ ബിഗ് ബോസിൽ പോയിട്ട് മറ്റുള്ളവരെ സമയം കളഞ്ഞതെന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. ഇത്രയും നല്ലൊരു പിന്നെ പ്ലാറ്റ്ഫോമിന് ജീവിതത്തിൽ കിട്ടുമോ? അതായത് ഒരു 10 സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പവറല്ലേ കിട്ടിയിരിക്കുന്നത്. പക്ഷെ അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയാതെ കട്ട നെഗറ്റീവായിട്ട് വരേണ്ടി വന്നില്ലേ? ആലോചിച്ച് നോക്കണം. അവിടെയുള്ള ഏതെങ്കിലും ഒരു മത്സരാർത്ഥി ഇതുപോലെ പെരുമാറിയിട്ടുണ്ടോ? മോൾ അവിടെ കളിച്ചിരിക്കുന്ന കാര്യം എന്തൊക്കെയാണ്? ആ എപ്പിസോഡൊക്കെ ഒന്ന് കാണ്. അവിടെ എന്തൊക്കെയായിരുന്നു ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്ന് കാണ്. അതാണ് വേണ്ടത്. വളരെ മോശം തന്നെയായിരുന്നു. ഇനിയിപ്പോൾ എങ്ങനെ ന്യായീകരിച്ചിട്ടും കാര്യമില്ല. പോയത് പോയി, അത്രയേ ഉള്ളൂ. ഇനിയെങ്കിലും ഞാൻ നേടുന്നത് സ്വന്തമാണ്. കാരണം ധീരയായ ഒരു പെൺകുട്ടിയാണ്. 23 വയസ്സുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. 23 വയസ്സ് വരെ ഇന്നലെ സായി പറയുന്നത് കേട്ടോ, പലതും അച്ചീവ് ചെയ്തിട്ടുണ്ട്, ഇനി അങ്ങോട്ടും അച്ചീവ് ചെയ്തോളുന്ന്. അതാണ് വേണ്ടത്. ഇതിപ്പോഴും നേരെ തിരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരെയും വിചാരം എന്താ? ഇന്നലെ ഇപ്പോൾ ട്രോൾ എന്തായിരുന്നു? ആ 5 ലക്ഷം വാങ്ങിക്കാൻ വന്നു, സായി കൊടുത്തില്ല. 5 ലക്ഷം വാങ്ങിക്കാനാണ് വന്നത്, സായി കൊടുത്തില്ല എന്ന്. എല്ലാവരും വിചാരം അതാണ്. നന്ദനേനെ എയർപോർട്ട് കണ്ടപ്പോൾ തന്നെ എല്ലാവരും എന്താ കരുതിയത്? സായി വരുന്നുണ്ട്, പെട്ടി ഇപ്പോഴും കൊടുക്കും, അത് നമുക്ക് അപ്പോൾ തന്നെ വീഡിയോയിൽ എടുക്കണം, അപ്പോൾ തന്നെ നമുക്ക് ഇടണം എന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ഇറക്കിയപ്പോൾ സായി പറഞ്ഞു 5 ലക്ഷം ഞാൻ ആർക്കും കൊടുക്കൂല, 5 ലക്ഷം എൻ്റെ പോക്കറ്റിൽ തന്നെ വെക്കും. പക്ഷേ അത് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കും, അത്രമാത്രമാണ്. അങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പോൾ അതുപോലും സഹായം സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരാളുടെ പോലും സഹായം സ്വീകരിക്കാൻ പാടില്ല. അതായത് അവരെന്തെങ്കിലും ഇപ്പോൾ വീട് പണി ചെയ്യുമ്പോൾ ഒരു പിന്നെ വീട്ട് കൂടൽ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തന്നോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു സഹായം പോലും ചോദിച്ചിട്ട് ഒരു വീട് വെക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഉള്ള നാളും ഇതൊരു ചൊറയാണ്. പിന്നെ അപ്പോൾ ഇനിയും തന്നെ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് നമ്മുടെ ജിൻഡോ ചേട്ടൻ ഇങ്ങനെ നാറ്റിക്കണ്ട. കാരണം ആ മനുഷ്യൻ എവിടെ കിടക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. നന്ദി, നമസ്കാരം.